അടുത്തിടെ കളങ്കാവൽ എന്ന ചലച്ചിത്രത്തിൻ്റെ റിലീസിന് തൊട്ടു മുന്നോടിയായി സംഘടിപ്പിച്ച ഒരു ചടങ്ങിൽ ഒരു ചോദ്യത്തിന് മറുപടിയായി ആ ചിത്രത്തിലെ നായകൻ അഥവാ പ്രതിനായകനായ മമ്മൂട്ടി പറഞ്ഞ ഒരു കാര്യമുണ്ട്. എല്ലാ ചിത്രങ്ങളും പരീക്ഷണങ്ങളാണ്. ശരിയാണ്, ഓരോ ചിത്രവും ഓരോ പരീക്ഷണമാണ്. ആ ചിന്ത അന്വർത്ഥമാക്കുന്ന തരത്തിലുള്ള മലയാള ചിത്രങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട്. സവിശേഷമായും ഫാസിൽ എന്ന ചലച്ചിത്രകാരൻ്റെ ചിത്രങ്ങൾ എടുത്താൽ ഓരോന്നും ആ ചിന്ത അദ്ദേഹം അടിവരയിടുന്നവയാണ് എന്ന് കാണാം. 1984 നോക്കത്താ ദൂരത്ത് കണ്ണും നട്ട് എന്ന ചലച്ചിത്രം എഴുതി സംവിധാനം ചെയ്യുമ്പോഴും ഫാസിൽ നടത്തിയത് ഒരു വലിയ പരീക്ഷണമാണ്. മലയാളത്തിന് ലഭിച്ച ലക്ഷണമൊത്ത സ്ത്രീ കഥാപാത്രങ്ങളിലൊന്നാണ് ഗേളി. ഒരു നല്ല ചിത്രകാരൻ്റെ തൂലികത്തുമ്പിൽ ജനിച്ച ഒരു അസുലഭ പോർട്രേറ്റ് പോലെയായിരുന്നു ഗേളി. സിനിമയുടെ സാധ്യതകളെല്ലാം ചേരുംപടി ചേർത്ത് സൃഷ്ടിച്ചെടുത്ത ഒരു കഥാപാത്രം. മലയാള സിനിമയുടെ ഒരു വേറിട്ട പരീക്ഷണമായി ഗേളിയെ നമുക്ക് കാണാനാകും. അതുകൊണ്ട് തന്നെയാണ് ഇന്നും പ്രേക്ഷക മനസ്സിൽ ഗേളി സ്വന്തമായൊരു സ്ഥാനം അലങ്കരിക്കുന്നതും. ഒരു പുതുമുഖ നടിയെ തന്നെ ഗേളിയായി അവതരിപ്പിക്കാൻ ഫാസിൽ കാട്ടിയ ഔത്സുക്യം ശ്ലാഘനീയമാണ്. അതിനായി തിരഞ്ഞെടുത്ത പെൺകുട്ടിയാകട്ടെ സംവിധായകൻ്റെ പ്രതീക്ഷകൾക്കും അപ്പുറം നിൽക്കുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ പിന്നീട് കണ്ടത്. സിനിമാ പരിചയം ഒന്നും തന്നെ ഇല്ലാത്ത നദിയ മൊയ്തു എന്ന പെൺകുട്ടിയെ ഗേളിയാക്കി അവതരിപ്പിച്ചപ്പോൾ നോക്കത്താ ദൂരത്ത് കണ്ണും നട്ട് എന്ന ചിത്രത്തിന് കൈവന്ന ഒരു ഫ്രഷ്നെസ് അതിനു മുമ്പ് പ്രേക്ഷകർ അനുഭവിച്ചിരിക്കാൻ വഴിയില്ല. അത്ര മനോഹരമായാണ് നദിയ ഗേളിയായി പരകായ പ്രവേശം ചെയ്തത്. ഒപ്പം സിനിമയിൽ നിന്നൊക്കെ അകന്നു കഴിഞ്ഞിരുന്ന പഴയകാല താരമായ പത്മിനിയെ ഗേളിയുടെ വല്യമ്മച്ചയായി അവതരിപ്പിച്ചതും ചിത്രത്തിന് എന്തെന്നില്ലാത്ത ചാരുത സമ്മാനിച്ചു.